മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം നമ്മൾ വോൾട്ടാസിനെ പറ്റിയുള്ള ചാർട്ട് ബ്രേക്കിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് എൻട്രി എടുത്തവർക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇനി ഒരു എൻട്രി എടുക്കാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഔട്ട്ഡോർ ഇരുന്ന് തന്നെ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പം ചെറിയ നോയ്സുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടും, പുതിയ അറിവുകൾ കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു എൻട്രിയെ പറ്റി ആലോചിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാർട്ട് തുടങ്ങിയേക്കുന്നത് ഒരു 99 ജനുവരി ആ ഒരു സമയത്താണ് ഈ തുടങ്ങിയേക്കുന്നത്. അപ്പോൾ ഈ ക്രോസ് ഹെയർ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ജസ്റ്റ് ഒരു സപ്പോർട്ട് ലൈൻ നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇവിടുന്ന് നമ്മളിങ്ങനെ ഒരു സപ്പോർട്ട് വരയ്ക്കുന്നു. അപ്പോൾ ഈ സപ്പോർട്ട് റെസിസ്റ്റൻസിനെ പറ്റിയും അതിൻ്റെ വോളിയത്തെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരാൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോസിൽ നമ്മൾ ഓൾറെഡി പ്ലേലിസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ വീഡിയോസിലും പുതിയ പുതിയ അറിവ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സബ് ചെയ്തിട്ടുള്ളവർക്ക് എങ്ങനെ കളിച്ചാലും ബെനിഫിറ്റ് ആയിട്ട് നിങ്ങൾക്കത് വരത്തുള്ളൂ, നഷ്ടമായിട്ടൊന്നും വിചാരിക്കേണ്ട. വളരെ ചെറിയ സമയത്ത് നമ്മൾ ചെയ്യുന്നൊരു വീഡിയോയാണ്. അപ്പോൾ നമുക്കതറിയാം, ഓവറോൾ ഒരു അപ്ട്രെൻഡിൽ തന്നെ പോയേക്കുന്നൊരു ചാർട്ടാണ് ഇതൊന്ന്. അത് നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. ഒറ്റ ഓട്ടം നിങ്ങൾക്കറിയാം, താഴെ നിന്ന് ഇങ്ങനെ പോയേക്കുന്നൊരു ചാർട്ടാണിത്. പിന്നെ ഈ 2020 പോലും ഈ ഒരു ഡൗൺ, ഈ ഒരു ഏരിയയിലൊരു ഡൗൺ വന്നിട്ട് ഇതിൻ്റെ മുകളിൽ തന്നെയാണ് നിന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാറ്റേൺ എന്തുമാത്രം വിലപ്പെട്ടത് അല്ലെങ്കിൽ എന്തുമാത്രം വാലിഡാന്നുള്ള കാര്യം നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടി ഇങ്ങനെ ഒന്ന് വരച്ച് നോക്കാം. ഇവിടെ നമ്മളിങ്ങനെ റെസിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. അപ്പം നിങ്ങൾക്കറിയാം ഇത് ഏത് പാറ്റേൺ ആണെന്നുള്ള കാര്യം. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്തായാലും അത് കണ്ടു നോക്കണം. ജസ്റ്റ് നമ്മുടെ ആ ഒരു സൈഡിൽ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ പോലെ തന്നെ ഒരു പാറ്റേണാണ് ഈ വന്നേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പല എൻട്രികൾ മുമ്പ് വന്നിട്ടുണ്ട്. ആ ഒരു എൻട്രിയുടെ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഒരു ഡബിൾ ബോട്ടം ഇവിടെ ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാണിച്ചു തരാം. എല്ലാം കാണിക്കുന്നില്ല, കാര്യം നിങ്ങൾക്ക് വേണ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. കാരണം ഒത്തിരി നേരം കണ്ടിരുന്നാലും മടുപ്പ് വരും. കാര്യം അത് കുറ്റം പറയുന്നതല്ല, എൻ്റെ കാര്യത്തിൽ അങ്ങനെയൊക്കെ തന്നെ. എന്നിട്ട് ഇവിടെ ഒരു ബ്രേക്ക് വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം താഴെ നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ അത്യാവശ്യം വോളിയം ഉണ്ട്. ഇവിടെ ഒരു ബ്രേക്ക് നടന്നു. അപ്പോൾ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ച് കയറിയവർക്ക് പോലും അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അത്യാവശ്യമല്ല, നല്ല രീതിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പല ഷെയറുകൾ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസ് എല്ലാം മുഴുവനായിട്ട് തന്നെ നിങ്ങൾ കാണുക. ചിലപ്പോൾ ഈ 1000 രൂപയുടെ ഷെയർ ചിലപ്പോൾ വാങ്ങിക്കുന്ന ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ പോലും നിങ്ങൾക്ക് പല ഷെയറുകളിൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ വാങ്ങിച്ചിട്ടുള്ളവർക്ക് കണ്ടോ, ഓൾമോസ്റ്റ് ഒരു കുറേ നാളെടുത്തെങ്കിലും ഇവിടെ എല്ലാം നമുക്ക് ഡബിൾ ബോട്ടങ്ങൾ പലതും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു 2016 മുതൽ 24 വരെ വെച്ചാൽ എത്ര പെർസെൻറ്റേജ് അടുത്തുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടിയെന്ന് കണ്ടോ. അത് നിങ്ങളത് വെയിറ്റ് ചെയ്താൽ പോലും നിങ്ങൾക്ക് പ്രൈസ് ആക്ഷൻ പഠിച്ചാൽ മാത്രം മതി, അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഫണ്ടമെൻ്റൽ അനാലിസിസ് ആണ് ലോങ് ടൈമിന് വേണ്ടി എടുക്കുന്നത്. പക്ഷേ പ്രൈസ് ആക്ഷൻ വെച്ച് മാത്രം പോലും നമുക്ക് ഒപ്പിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഇതെല്ലാം പോട്ടെ, ഇതും പോട്ടെ. പിന്നെ അത് അടുത്തൊരു എൻട്രി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിവിടെ അറിയാം ഒരു കപ്പ് ആൻഡ് ഹാൻഡിലിൻ്റെ ആ ഒരു അതുപോലെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലൈൻ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു എൻട്രിയെ പറ്റി ആലോചിക്കാം. അപ്പം അത് ഇവിടെ വരെ തൊട്ടടുത്ത് പോകുമെന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം നോക്കാം. നമുക്ക് ഇതിനൊന്ന് പാരലായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ച് നോക്കാം. അതാണ്ട് ഇവിടെ ഈ ഒരു ഏരിയ വരെ അത്യാവശ്യം മുകളിലോട്ട് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇവിടെ ചെറിയ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ആണ് കാണുന്നത്. നമ്മളൊരിക്കലും 100% പറയുന്നത് ശരിയല്ല. അപ്പം ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം മെയിനായിട്ടുള്ളൊരു റെസിസ്റ്റൻസ് വണ്ടി ഇവിടെയാണ് കിടക്കുന്നത്. നിങ്ങൾക്കത് കാണാൻ പറ്റും. ഇവിടെ ജസ്റ്റ് കളർ മാറ്റിത്തരാം നിങ്ങൾക്കൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. റെഡ് കളർ ഇടാം. അപ്പം അത് തന്നെ ഒരു അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ് നിങ്ങൾക്കത് കിട്ടും. ഇവിടെ നിന്ന് അത്യാവശ്യം ഇങ്ങനെ നിന്ന് തള്ളും പിന്നെ ബ്രേക്ക് ആയാൽ നിങ്ങൾക്ക് അത്യാവശ്യം എത്ര മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ടെന്ന് കണ്ടോ. നിങ്ങൾക്ക് ആ ഒരു ലൈൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ് നിങ്ങൾക്ക് അവിടെ നിന്ന് ഒപ്പിക്കാൻ പറ്റും. ഇപ്പം കയ്യിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നിലവിൽ പേടിക്കേണ്ട കണ്ടീഷനൊന്നും വന്നിട്ടില്ല. ചിലപ്പോൾ ഇച്ചിരി കൺസോൾട്ടേഷൻ പോലെ ഇങ്ങനെ കിടക്കും. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം ഓക്കെയാണ്. നിങ്ങൾ പേടിക്കേണ്ട സിറ്റുവേഷൻ ഞാൻ കാണിച്ചു തരാം. ഇവിടെ തന്നെ ഒരു 100% അടുത്തുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് ഒപ്പിക്കാം. അപ്പോൾ ഈ ഒരു ലൈനും ഈ ഒരു റെഡ് ലൈനും ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അടുത്തൊരു റെസിസ്റ്റൻസ് മെയിനായിട്ട് കിടക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഏരിയയിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, കാണിച്ചു തരാം. ഇത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അടുത്തുള്ളൊരു മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ദാണ്ട് ഇങ്ങനെ പോയിട്ട് പിന്നെ ചിലപ്പോൾ കുറേ നാളിങ്ങനെ കിടക്കും. ഇവിടെ ബ്രേക്ക് ആയാൽ ഇവിടെ വരെ ഈ ഒരു മുകളിലോട്ടുള്ള ആ ഒരു മൂവ്മെൻറ്റ് വരെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അവിടെ എടുക്കാൻ പറ്റും. പിന്നെ എല്ലാം നിങ്ങളത് ഇംപ്രവൈസ് ചെയ്യേണ്ടി വരും. കാര്യം ഇത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ മാത്രമാണ് നല്ലൊരു എൻട്രി പുതിയത് കിട്ടാൻ ചാൻസ് ഉള്ളത്. ഇവിടെ ഈ ഒരു പാറ്റേണൊക്കെ ഏതാണെന്നുള്ള കാര്യവും എല്ലാം നമ്മൾ A to Z ആയിട്ട് നമ്മൾ വീഡിയോയ്ക്കകത്തെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം താഴെ വോളിയവും നിങ്ങൾക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എൻട്രി എടുക്കാവുന്നതാണ്. അപ്പം ആരും പേടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കൊരു എൻട്രി കിട്ടിയാൽ മാത്രം കയറിയാൽ മതി. ഇപ്പോൾ താഴേന്ന് വാങ്ങിച്ചവർ അത്യാവശ്യം പ്രോഫിറ്റ് എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ പേടിക്കേണ്ടതാണ്ട് ഈ ഒരു ലൈൻ, ഈ കാണുന്ന ഈ ഒരു ലൈൻ, ഈ താഴത്തെ ഈ ഒരു ലൈൻ
ബ്രേക്ക് ആയാൽ മാത്രം ഒന്ന് അലേർട്ട് ആകുക. പിന്നെ ഈ ഒരു പ്രൈസ് ആക്ഷൻ ഈ കാര്യങ്ങൾ മൊത്തം തെറ്റും. അത് ബ്രേക്ക് ആകാതിരിക്കട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. കാര്യം ബ്രേക്ക് ആയി കഴിഞ്ഞാൽ സംഗതി മൊത്തം കയ്യിൽ നിന്ന് പോകും. കാര്യം പണി കിട്ടുമെന്നല്ല, അടുത്തൊരു പ്രൈസ് ആക്ഷൻ പിന്നെ നമ്മൾ നോക്കിയിരിക്കേണ്ടി വരും. അപ്പം ഓൾമോസ്റ്റ് കുഴപ്പമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് ഈ ഒരു ചാർട്ട്. ഈ ഒരു ചാർട്ടിലൂടെ മാത്രം നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്കത് പറയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു മൂവ്മെൻറ്റ്, അതായത് ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ബ്രേക്ക് ആയിട്ട് വീണ്ടും മുകളിലോട്ട് തന്നെ പോട്ടെ എന്ന് ആശംസിക്കുന്നു. കാര്യം നമുക്കെല്ലാം ഒരു പ്രഡിക്ഷൻ ആണല്ലോ. കാര്യം ഒരിക്കലും 100% നമുക്ക് ഷെയർ മാർക്കറ്റ് പറയാൻ പറ്റത്തില്ല. അപ്പം സബ് ആയിട്ടുള്ള എല്ലാവർക്കും ഇത് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് വാച്ച് ലിസ്റ്റിൽ എന്തെങ്കിലും പറയുന്ന പോലെ ആഡ് ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കരുത്. കാര്യം നമ്മളെല്ലാം മുൻകൂട്ടി കുറച്ചൊന്ന് പ്രെഡിക്റ്റ് ചെയ്താൽ നമ്മൾ പറയുമല്ലോ, ഒരു +1 +2 ഒക്കെ എടുക്കാൻ നേരത്ത് ഏത് സബ്ജക്റ്റ് എടുക്കണമെന്നുള്ള കാര്യം മുൻകൂട്ടി തീരുമാനിച്ച് വെക്കണമെന്ന്. അതേപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ ഒരു ഏണിങ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കാര്യം നിങ്ങൾക്കിത് പഠിപ്പിച്ച് തരുന്ന എനിക്ക് ഭയങ്കര സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാനത് എത്ര വേണേൽ വീഡിയോകൾ ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് കമൻറ്റായിട്ട് ഇട്ടാൽ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടും വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ അതിൽ തന്നെ ഞാൻ റിപ്ലൈ തരാം. അപ്പം നിങ്ങൾ മറ്റുള്ള സ്കാമിലുള്ളതിലൊന്നും പോയി പെടാതെ നിങ്ങൾ തന്നെ പഠിച്ച് മുന്നോട്ട് പോകണം. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ചാർട്ടൊക്കെ ഒന്ന് വരച്ച് നോക്കുക. ഞാൻ ജസ്റ്റ് ഇങ്ങനെ നടുക്കോട്ട് ഇങ്ങനെ വെച്ച് തരാം. അപ്പോൾ നിങ്ങൾ എന്തായാലും മടിച്ചിരിക്കാതെ ഇത് വരച്ച് നോക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻട്രി കണ്ടാൽ കയറുക, പല ചാർട്ടുകൾ വരച്ച് നോക്കുക, നന്നായിട്ട് പഠിക്കാൻ പറ്റും. പഠിക്കേണ്ട ഏറ്റവും കാര്യങ്ങൾ കേരള ട്രേഡർ ചാനലിൽ കിടപ്പുണ്ട്. വേറെ എങ്ങും നിങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടട്ടെ എന്ന് വീണ്ടും ഞാൻ ആശംസിക്കുന്നു. എൻ്റെ സന്തോഷം അത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.